ഇന്ത്യയിലെ ഏറ്റവും അടിത്തട്ടുള്ള ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ മയക്കുകയും ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തിനെയും കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ മോഡിയുടെ ഭരണകാലത്ത് നടന്നിരിക്കുന്നത്. മുതലാളിത്ത വികസനത്തിൻ്റെ മറ്റൊരു മാതൃക മാത്രമാണ് വാസ്തവത്തിൽ കേരളത്തിലും ഇടതുപക്ഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ജനാധിപത്യം അപകടത്തിലായ ഒരു ഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ അടിയന്തരാവസ്ഥയെ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ പശ്ചാത്തലവും സ്വഭാവവും ഒന്ന് വേറെയായിരുന്നു. പക്ഷേ ഇത് ഇന്നത്തെ ഈ ആഗോള സാമ്പത്തിക രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന സമഗ്രാധിപത്യ വർഗീയ പ്രവണതകളെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ശക്തി വളരെ വലുതാണ്. അതിനെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ഒന്നും സമരങ്ങൾ കൊണ്ട് അതിനെ അമർച്ച ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരർത്ഥത്തിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രാധാന്യമാണിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയാം. ഇത് നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടായിരുന്നു നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരമെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് ഈ ആഗോള മുതലാളിത്തത്തിൻ്റെ പിണിയാളുകൾക്കെതിരായിട്ടാണ് നമുക്കിന്ന് സമരം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ലോക മുതലാളിത്തത്തിൻ്റെ മുഴുവൻ പിന്തുണയുമുള്ള ഒരു ഫാസിസ്റ്റ് ശക്തിയാണ് ഇന്ത്യയിൽ ഇന്ന് ആധിപത്യം പുലർത്തുന്നത്. അതിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ ഇന്ത്യയുടെ അടിത്തട്ടിൽ നിന്നുള്ള ജനങ്ങളെ കൂടി ഉണർത്തുന്ന തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ആരംഭിക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. അത്രമാത്രം പ്രാധാന്യമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിനുള്ളത് എന്നാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ പുതിയ സമരത്തിലേക്കുള്ള, ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയുള്ള പുതിയ സമരത്തിലേക്കുള്ള ചുവടുവെപ്പായിട്ടാണ് വേണം നമ്മളിതിനെ കാണാൻ. മോഡിയുടെ ഭരണം ഇത് ഈ കാലത്ത് വെച്ചാൽ, അതായത് പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിൽ നമ്മൾ ഇന്ത്യയിൽ വന്ന ഈ മാറ്റത്തെ പല ആളുകളും ഹിന്ദു വർഗീയതയുടെ, അതായത് ഹിന്ദുത്വയുടെ എന്നുവെച്ചാൽ ഇന്ത്യൻ പ്രതിഭാസമാണെന്നുള്ള മട്ടിൽ അതിലേക്ക് മാത്രം ചുരുക്കി കാണുന്ന, രാഷ്ട്രീയമായിട്ട് ഉപരിതലത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്, അതിലേക്ക് മാത്രം ചുരുക്കിയല്ല ഇതിനെ കാണേണ്ടത്. ഇതിൻ്റെ പിന്നിലുള്ള വലിയ സാമ്പത്തികമായ ചൂഷണത്തിൻ്റെ ശക്തികളുണ്ട്. ആഗോള കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ പിണിയാളുകളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് ആലോചിക്കണം. അതിനുവേണ്ടി ഇന്ത്യയിലെ ഏറ്റവും അടിത്തട്ടുള്ള ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ മയക്കുകയും ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തിനെയും കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായൊരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ മോഡിയുടെ ഭരണകാലത്ത് നടന്നിരിക്കുന്നത്. ഓരോരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഇന്ത്യയെ എങ്ങനെയാണ് ആഗോള കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് അടിയറ വയ്ക്കുന്നു എന്നുള്ളത്. അതാണ് എൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. പക്ഷേ നമുക്ക് പുറമേ നോക്കിയാൽ തോന്നുന്നു ഇവർ ഒരു മതപരമായ ഒരു മതദേശീയത എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മതദേശീയതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് നടത്തുന്നതെന്നും ഈ കഴിഞ്ഞ മോഡി ഭരണകാലത്തെ ഇത് ഈ പറയുന്ന വിധത്തിൽ ആഗോള കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് ഇന്ത്യയെ അടിയറ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പടിപടിയായിട്ടുള്ള പരിശ്രമങ്ങളുടെ ഒരു പദ്ധതിയായിട്ടാണ് നമുക്ക് മോഡി ഭരണത്തെ കാണാൻ കഴിയുക. ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ എല്ലാ രൂപങ്ങൾക്കും എതിരായി, ആ മുതലാളിത്ത ആധിപത്യത്തിൻ്റെയും ആ സാമ്പത്തിക മേധാവിത്വത്തിൻ്റെയും എല്ലാ രൂപങ്ങൾക്കുമെതിരായി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സമരം ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ തന്നെ കാണുന്നത് നരേന്ദ്രമോദി നടപ്പാക്കുന്ന മുതലാളിത്ത വികസനത്തിൻ്റെ മറ്റൊരു മാതൃക മാത്രമാണ് വാസ്തവത്തിൽ കേരളത്തിലും ഇടതുപക്ഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുതലാളിത്ത വികസനം എന്നത് ഒരു ഇടതുപക്ഷ പ്രവർത്തനമാകുന്നില്ല.
പിന്നെ പറയും വികസനമില്ലാതെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷേ ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നുള്ളതാണ് അതിന് പരിഹാരമായിട്ട് പറയാനുള്ളത്. ആ വിധത്തിൽ ഒരു താല്പര്യമല്ല കേരളത്തിൽ ഇടതുപക്ഷത്തിനുള്ളത്. ഇത് വലിയ തരത്തിൽ മൂലധനം സംഭരിക്കുക, വലിയ തരത്തിൽ വിദേശ ഫണ്ട് ഇറക്കുമതി ചെയ്യുക, അങ്ങനെ വികസനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആഗോള മൂലധനത്തിൻ്റെ വികസനമാണ് നടക്കുന്നത്. രാജ്യത്തിൻ്റെ വികസനമല്ല, നാടിൻ്റെ നാശവും ആഗോള മൂലധനത്തിൻ്റെ വികസനവുമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത്. ബ്രിട്ടീഷ് കൊളോണിയലിസം പോലുള്ള വലിയ മഹാശക്തികൾക്കെതിരായിട്ട് എത്രയോ ദീർഘമായിട്ടുള്ള നൂറ്റാണ്ട് നീണ്ടുനിന്ന സമരം നടത്തിയ ജനതയുണ്ട്. നമ്മൾ മുകളിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല കാണേണ്ടത്, ഇന്ത്യയുടെ അടിത്തട്ടിലുള്ള ജനങ്ങളെ കാണണം. ഇന്ത്യൻ ജനത ഉണരുന്ന ഒരു കാലം വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്ര കണ്ട് ഇവർ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ ശ്രമിച്ചാലും ഇന്ത്യൻ ജനത അതിൽ പൂർണ്ണമായിട്ടും വീണുപോവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ജനാധിപത്യത്തിൻ്റെ അപജയമാണ് ഇതിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത്. ജനാധിപത്യത്തിൻ്റെ അപജയത്തിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനുള്ള നാനാ മാർഗങ്ങളിൽ ഉള്ള വഴികൾ തുറക്കുക, ജനങ്ങളെ എല്ലാ മൂല്യങ്ങളിൽ നിന്നും അകറ്റിയിട്ട് അവരെ ഒരുതരം യന്ത്രങ്ങളാക്കി മാറ്റുക, എന്ത് ചെയ്യാനും മടിയില്ലാത്ത മനുഷ്യരാക്കി മാറ്റുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആഗോള മുതലാളിത്തത്തിൻ്റെ പ്രവർത്തന രീതികളാണിതൊക്കെ. അപ്പോൾ അതിൽ വരുന്ന ധാർമ്മികമായിട്ടുള്ള ച്യുതിയെക്കുറിച്ച് നമ്മൾ വെറും ആശയപരമായ തലത്തിൽ മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളതിൻ്റെ യഥാർത്ഥ വേരുകളിൽ തന്നെ കണ്ടെത്തിയിട്ട് ആക്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ശക്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല, അവരെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. എല്ലാ തരത്തിലും ദുർബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നടക്കുന്നത്. ആ ദൗർബല്യത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ധാർമ്മികമായ ശക്തി പോകുന്നു, സാമ്പത്തികമായ ശക്തി ക്ഷയിക്കുന്നു, രാഷ്ട്രീയമായ ഇച്ഛാശക്തി നശിക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കേരളത്തിലും ഏതാണ്ട് അതുതന്നെയാണ്. ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ പോലും കേരളത്തിലും അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ വികസന നയങ്ങൾ മൂലധന സമീപനം തന്നെ അല്ലേ ഇവരും സ്വീകരിക്കുന്നത്? അതെന്താ? അതിപ്പോൾ അവർ പറയുന്നൊരു യുക്തിയുണ്ട് അതിന്. മുതലാളിത്ത വികസനത്തിലൂടെ മാത്രമേ, മുതലാളിത്ത വിപ്ലവം പൂർത്തീകരിച്ചെങ്കിലൂടെ മാത്രമേ തൊഴിലാളി വർഗ വിപ്ലവം സാധ്യമാകൂ. അതുകൊണ്ട് നമുക്ക് മുതലാളിത്തം പൂർത്തീകരിക്കണം എന്നുവെച്ചാൽ ഇപ്പോൾ EMS നമ്പൂതിരിപ്പാടൊക്കെ ഗോളിയർ റയോൺസിനെയൊക്കെ വിളിച്ചു വരുത്തി ഇവിടെ വ്യവസായം വളർത്താൻ നോക്കിയ ഒരു കാലമുണ്ടല്ലോ, മുതലാളിത്തം വളർത്താൻ. ബംഗാളിലും അതാണല്ലോ ജ്യോതി ബാസുവും കൂട്ടരും ചെയ്തത്, മുതലാളിത്തം വളർത്തും. ഇങ്ങനെ മുതലാളിത്തം പൂർത്തീകരണത്തിലൂടെ മാത്രമേ സോഷ്യലിസം വരൂ എന്ന് പറയുന്ന ഒരു ധാരണ ഇന്ന് അടിസ്ഥാനപരമായി തെറ്റാണ്. കാരണം പഴയ തരത്തിലുള്ള ദേശീയ മുതലാളിത്തം ഇന്നില്ല. ദേശീയ മുതലാളിത്തം വികസിപ്പിച്ചിട്ടാണ് ദേശീയ തലത്തിൽ തൊഴിലാളി വർഗ വിപ്ലവം ഉണ്ടാവേണ്ടത്. പഴയ ദേശീയ മുതലാളിത്തം ഇല്ലാതായിക്കൊണ്ട് ദേശീയ മുതലാളിത്തത്തെ ആഗോള മുതലാളിത്തം വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതലാളിത്ത വികസനം എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ആഗോള മുതലാളിത്ത വികസനമായി തീരും. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വികസനവും പിണറായി വിജയൻ്റെ വികസനവും തമ്മിൽ വ്യത്യാസമില്ലാതായി പോകുന്നത്. ഈ ചരിത്രപരമായ അന്തരം അവർ കാണുന്നില്ല. അതാണ് അവർ ഇപ്പോൾ ഈ മൂലധന വികസനത്തിലേക്ക് മാത്രമാണ് ജനവിരുദ്ധമായിട്ടുള്ള, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള, സംസ്കാര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് ഈ വികസനങ്ങളെല്ലാം കലാശിക്കുന്നത് എന്നാലോചിക്കണം. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനത എന്ന് പറയുന്നത് കർഷക സമൂഹങ്ങളും ആദിവാസി ദളിത് വിഭാഗങ്ങളും കൈവേലക്കാരും ഒക്കെ അടങ്ങുന്ന കോടാനുകോടി മനുഷ്യർ ഇന്ത്യയുടെ അടിത്തട്ടിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും. ഇവരുടെ ഉണർച്ചയായിരുന്നു നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തുരത്തിയത് എന്നാലോചിക്കണം. അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലിബറൽ നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമായിരുന്നില്ലല്ലോ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയത്. ഇന്ത്യയിലെ ഇവരെയൊക്കെ ഉണർത്തുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ഗാന്ധിയൻ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത്. അപ്പോൾ ആ ശക്തി ഉണ്ടല്ലോ, ഇന്ത്യയുടെ അടിത്തട്ടിലുള്ള ജനാധിപത്യ ശക്തി, ഈ ശക്തിയെ വീണ്ടും ഉണർത്തുന്നതിന് ഗാന്ധിയെ വീണ്ടെടുക്കുക തന്നെ വേണം. അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ദളിത് പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെയും
ഗാന്ധിയോടുള്ള പഴയ സമീപനം അവർ മാറ്റണം എന്ന് പറഞ്ഞാൽ അടവുപരമായി മാറ്റിയാൽ പോരാ. വോട്ട് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ആ സമീപനം മാറ്റണം. ഗാന്ധി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത്? ഗാന്ധി ചെയ്തത് ഇന്ത്യയിലെ ബൂർഷ്വാസിയെ മുൻനിർത്തിക്കൊണ്ട്, ഇന്ത്യൻ മുതലാളി വർഗത്തെ മുൻനിർത്തിക്കൊണ്ട്, നെഹ്റുവൊക്കെ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ മുതലാളിത്ത വർഗത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ അടിത്തട്ടിലെ ജനങ്ങളുടെ ശബ്ദം, അവരുടെ സ്വാതന്ത്ര്യദാഹം ഉയർത്തിക്കൊണ്ടുവരികയാണ് ഗാന്ധി ചെയ്തത്. ഇത്തരത്തിൽ ഒരു പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. അതിന് നമുക്ക് ഗാന്ധിയന്മാരിൽ നിന്ന് തന്നെ മോചിപ്പിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഗാന്ധിയെ, ഇവിടുത്തെ ലിബറൽ ബൂർഷ്വാസിക്ക് ഗാന്ധിയെ വേണ്ടാതായപ്പോൾ ഗാന്ധിയെ ഒരു ബിംബമാക്കി മാറ്റി ഗാന്ധിയുടെ മൃതശരീരത്തെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമായിട്ടാണ് ഗാന്ധിയന്മാർ മാറുന്നത്. യാതൊരു രാഷ്ട്രീയ പ്രസക്തിയുമില്ലാത്ത ഒരു ഗാന്ധി സ്വരൂപം, ഒരു ജഡം. ആ ജഡത്തെ സംരക്ഷിക്കാനാണ് അവർ നോക്കുന്നത് ഗാന്ധിയന്മാരെല്ലാം. കാരണം ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ അവർ സ്പർശിക്കുന്നില്ല. അതുപോലെ ഇവിടുത്തെ ലിബറൽ വിഭാഗങ്ങൾക്കായാലും അവരും ഗാന്ധിയുടെ പ്രസക്തി തിരിച്ചറിയണം. ഗാന്ധി ഒരു മൃതസ്വരൂപമല്ല. ഗാന്ധി ഇന്ത്യൻ ജനതയുടെ ആഴത്തിലുള്ള ഒരു ചൈതന്യത്തിൻ്റെ മൂർത്തിയാണ്, രാഷ്ട്രീയ ചൈതന്യത്തിൻ്റെ മൂർത്തിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഈ വിധത്തിലുള്ള സമീപനം പ്രധാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് തന്നെയും ആദ്യം മുതൽക്ക് തന്നെ ഭരണം കിട്ടിയ സമയം മുതൽക്ക് ഗാന്ധിയെ ഒരു ബിംബമാക്കി മാറ്റി കറൻസി നോട്ടിൽ പ്രതിഷ്ഠിക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അത് മാറ്റണം. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ നിലപാടുകൾ അവർ മാറ്റണം. എനിക്ക് തോന്നുന്നു ഈ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മറ്റുമൊക്കെ ഈ ആദ്യകാലത്ത് മൻമോഹൻ സിംഗിൻ്റെയൊക്കെ കാലത്തുണ്ടായിരുന്ന നവലിബറൽ നയങ്ങളെ അവരിപ്പോൾ പൂർണ്ണമായിട്ട് പുണരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് തന്നെ പുനർവിചിന്തനം ആ കാര്യത്തിലൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയെ എതിരിടണമെങ്കിൽ തന്നെയും ആഗോള മുതലാളിത്ത മൂലധനത്തിനെതിരായിട്ടുള്ളൊരു നിലപാടെടുക്കണം അവർക്ക്. ആ നിലപാടിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ അവർക്ക് ഇന്ത്യൻ ഗ്രാമജീവിതത്തെയും ഇന്ത്യൻ കർഷക ജീവിതത്തെയും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും, അതിലേക്ക് കടന്നു ചെല്ലേണ്ടതായിട്ട് വരും. അങ്ങനെ അവർ സ്വാഭാവികമായിട്ടും ഗാന്ധിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അവരതിനെപ്പറ്റി നിരവധി പ്രതിബന്ധങ്ങളുണ്ടാകും അവർക്ക്. കാരണം ഇപ്പം തന്നെ കോൺഗ്രസ്സിലുണ്ടായിരിക്കുന്ന സ്പ്ലിറ്റ് ഉണ്ടല്ലോ. ഒരു വിഭാഗം ഇപ്പോൾ BJPയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ നമ്മൾ ചില ആളുകളുടെ ആഗ്രഹമായിട്ട് മാത്രം കണ്ടാൽ പോരാ. പഴയ കോൺഗ്രസ്സും ഗാന്ധിയെ ബിംബമാക്കി മാറ്റിയ പഴയ കോൺഗ്രസ്സും ഇന്ന് ആഗോളവൽക്കരണ നയങ്ങളെ ചെറുക്കാൻ ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കോൺഗ്രസ്സും തമ്മിലൊരു അന്തരമുണ്ട്. ഈ സ്പ്ലിറ്റാണ്, ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നൊരു സ്പ്ലിറ്റാണ് പഴയ കോൺഗ്രസ്സുകാരെയും BJPയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ഈ പുതിയ കോൺഗ്രസ് ഉയർന്നു വരുമ്പോൾ അതൊരു ഗാന്ധിയൻ കോൺഗ്രസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.